ഇന്ത്യയിലെ പ്രഥമ ലീഗായിട്ടുള്ള ISLൻ്റെ ഭാവി എന്താവുമെന്നൊരു ആശങ്കയിലൂടെയാണ് ഇതുവരെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. പല സാഹചര്യത്തിലും പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ISL നേരത്തെ നടക്കും, അതായത് ISL ഒക്ടോബറിൽ നടക്കുമെന്ന തരത്തിൽ റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നതാണ്. നിലവിൽ നമുക്ക് അറിയാൻ പറ്റുന്ന സോഴ്സിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം, എസ്പെഷ്യലി ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം, സുപ്രീം കോർട്ടിൻ്റെ ഇന്നലെ ഒരു ഡയറക്ഷൻ, അതായത് ഒരു പ്രസ്താവന പുറത്തേക്ക് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ, നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് പോലെ, അതായത് നേരത്തെ സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഒരു ആവശ്യം മുൻപോട്ട് വന്ന സമയത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈം ഷെഡ്യൂളായിരുന്നു ISL ഡിസംബറിൽ നടക്കുമെന്നുള്ളത്. സോ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ISL ഡിസംബറിൽ നടക്കുവാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. നിലവിൽ സുപ്രീം കോർട്ട് ആവശ്യപ്പെടുന്ന പ്രകാരം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗിൻ്റെ ഒരു ഫുട്ബോൾ കലണ്ടർ ഉടൻ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നും, ഉടൻ തന്നെ ISLന് പകരം, അതായത് നിലവിൽ ഈ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗുകൾ, സൂപ്പർ കപ്പ് പോലത്തുള്ള ലീഗുകൾ നടത്തണമെന്നും, അതായത് ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നും സുപ്രീം കോർട്ട് ആവശ്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ പല ടീമുകൾക്കും ഇത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യയിലെ പ്രഥമ ലീഗായിട്ടുള്ള ISL നടക്കുമെന്ന ഏകദേശം ഒരു ഒഫീഷ്യൽ കൺഫർമേഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഡിസംബറിലായിരിക്കും ഇനി നടക്കുക എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിലവിൽ FSDL, അതായത് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ISLനെ ഇത്രയും നാളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു കമ്പനി പിന്മാറിയ സാഹചര്യത്തിൽ അവർക്ക് പകരക്കാരായിട്ടുള്ള പുതിയൊരു കമ്പനിയെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയുണ്ട്. സോ അതിന് ചുമ്മാ നമുക്ക് ഒരു അപ്രോച്ച് ചെയ്ത് കരാർ സൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയല്ല നോർമലി ഉള്ളത്. ടെൻഡർ വിളിക്കുകയാണ് സാധാരണയായിട്ട് ഇവിടെ എല്ലാം ചെയ്യുന്നത്. അതായത് ഏറ്റവും ഉയർന്ന വിലയ്ക്ക് ടെൻഡർ വിളിച്ചെടുക്കുന്നത് ആരാണോ അയാളായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ അവരായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് ഗ്രൂപ്പായിരിക്കും ISLനെ ഇനി മുൻപോട്ട് കൊണ്ടുപോകുക. ഈ ഒരു സാഹചര്യത്തിൽ പലർക്കുമുള്ള സംശയമാണ്, ഫുട്ബോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കും. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, FSDL പോലൊരു കമ്പനി മുൻപോട്ട് വന്ന സമയത്ത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നടത്തിയെങ്കിൽ പോലും ഒരു കാര്യമായൊരു പ്രോഫിറ്റ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് ഈ ഒരു MRA കോൺട്രാക്റ്റ് പുതുക്കുന്ന കാര്യത്തിൽ വരെ അവർ വലിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പലതരത്തിലുള്ള പുതിയ പ്രപ്പോസലുമായിട്ട് അവർ മുൻപോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ പുതിയൊരു സ്പോൺസർഷിപ്പ് നേടുന്ന സമയത്ത്, അല്ലെങ്കിൽ ലഭിക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു ഒക്ടോബറിലായിരിക്കും ടെൻഡർ വിളിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതൊരു ഒക്ടോബർ 15 തന്നെ ആ ഒരു ടെൻഡർ വിളിച്ച് സ്പോൺസേഴ്സിനെ നേടിയെടുക്കുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിൽ പുതിയതായിട്ട് കൊണ്ടുവരുന്ന സ്പോൺസേഴ്സ് ഉറപ്പായിട്ടും കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിംഗ് പ്ലാനുകൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കും വലിയൊരു നഷ്ടമാവും. വീണ്ടും ഒരു കരാർ കഴിയുന്ന സമയത്ത് അവരും പിന്മാറുവാനായിട്ടുള്ള സാധ്യതകളിലേക്ക് നീങ്ങുന്നതായിരിക്കും. സോ വീണ്ടും MRA കോൺട്രാക്റ്റിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും വരുവാനായിട്ടുള്ള സാഹചര്യമുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ നല്ലൊരു ഗ്രോത്ത് വേണമെങ്കിൽ നല്ലൊരു സ്പോൺസേഴ്സിനെ ലഭിക്കുക തന്നെ വേണം. അതായത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോൺസേഴ്സ് വേണം ഈ ഒരു ടെൻഡർ വിളിച്ചെടുക്കുവാനായിട്ടെന്നും പല ആരാധകരും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇനി വരുവാനായിട്ട് പോകുന്ന ദിവസങ്ങൾ നമ്മൾ കാണുവാനായിട്ട് പോകുന്ന ചില കാര്യങ്ങളായിരിക്കും. സൂപ്പർ കപ്പ് നടക്കുവാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൂപ്പർ കപ്പ് നടക്കുമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഒക്ടോബർ 15 തന്നെ ISLൻ്റെ പുതിയ സ്പോൺസേഴ്സിനെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു ഡിസംബറിൽ ISL നടക്കുമെന്നും അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു ടൈം പീരീഡിൽ പുതിയ സ്പോൺസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല, ഒരു പക്ഷേ ISLൻ്റെ പേര്, അല്ലെങ്കിൽ ISLൻ്റെ മറ്റ് പല കാര്യങ്ങളും ഓണേഴ്സ് പുതിയതായിട്ട് വരുമ്പോൾ മാറുവാനായിട്ടുള്ള സാധ്യതയെക്കുറിച്ചും ആരാധകർ ഉന്നയിക്കുന്നുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ആ തരത്തിലുള്ള എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതൊക്കെ തന്നെ. സോ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത് ഉടൻ തന്നെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്.